എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതിനങ്ങയും മോരും കൂടിയിട്ടുള്ള കൂട്ടാനാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വഴുതിനങ്ങയും ഉണക്കച്ചെമ്മീനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയ്ക്കും കണ്ടോളാം, എന്നെ സപ്പോർട്ട് ചെയ്തോളാം, സബ്സ്ക്രൈബ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വഴുതിനങ്ങയും തൈര് കറിയും ശരിയാക്കാൻ വേണ്ടിയിട്ടത് ഞാനൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചധികം ഉണ്ടത്, ഒരു 5-6 ഉണ്ട്. അപ്പോൾ അത് ഇതേപോലെ വട്ടനെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളാണ്. അതിൽ 1.5 ഇപ്പോൾ കൂടുതലുള്ളത് കാരണം 2 വഴുതനങ്ങയൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി മതിയാവും കൂട്ടാം. അപ്പോൾ 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിച്ചു തരാം. വഴുതനങ്ങ അല്ലാതെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് വേണ്ടത്. അത് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പെടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടിയതിന് ശേഷം ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കേട്ടോ. അത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് വേണം നല്ല പോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കുമ്പോൾ കുറച്ച് വെള്ളം, അതായത് ഏകദേശം നമ്മൾ 2 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വെള്ളം ചേർക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആയാലും നമുക്കിതിൽ കൂടെ കൂട്ടി ചേർക്കാം കേട്ടോ. വഴുതനയിലൊക്കെ നല്ല പോലെ മുളക് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തൈര് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് അൽമറയുടെ തൈരാണ് എടുത്തേക്കണത്. അപ്പോൾ നല്ല കട്ട തൈരാണത്. അധികം പുളി വേണ്ട ഈ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ചിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കട്ടയൊക്കെ നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതേ കട്ട ഉടയ്ക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സംഭവമാണ് എടുത്തേക്കണത്. എനിക്കിതിൻ്റെ പേരൊന്നും അങ്ങനെ കറക്റ്റ് അറിയില്ല കേട്ടോ. പേരൊന്നും ലൂസാവാനായിട്ട് ഞാൻ ഗ്ലാസോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നന്നായി കട്ടയ്ക്കും ഉടച്ച് കൊടുക്കാം. കട്ടയല്ല, അത് ഞാൻ നല്ല പോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവായിട്ടുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ മതി നമുക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച വഴുതനങ്ങ നമുക്ക് ഒരു പാത്രത്തിലിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലാതും ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ വഴുതനങ്ങയ്ക്ക് പറക്കി വയ്ക്കാം കേട്ടോ. നമ്മുടെ ഓരോ വഴുതനങ്ങയായിട്ട് ഇതേപോലെ തന്നെ നമുക്കിത് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഒരു വശം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങക്ക് മൊരിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്, അതില്ലാതും വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ വഴുതനങ്ങയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് താളിച്ചൊഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 3-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് താളിച്ച് വയ്ക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം എന്താണെങ്കിൽ ഞങ്ങളിങ്ങനെ ജിമ്മിനൊക്കെ പോകണ കാരണം വെളിച്ചെണ്ണ സാധനങ്ങളൊക്കെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പിന്നെ വഴുതനങ്ങ നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ടല്ലേ മുരിച്ച് വന്നത്. അപ്പോൾ അതിന് കുറച്ചധികം വെളിച്ചെണ്ണ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊണ്ട് വെളിച്ചെണ്ണ കുറവാണ്. മറ്റുള്ളവർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അതായത് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പോലെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് വേപ്പിൻ്റെ ഇലയാണ്, അത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ കുറച്ച് വെച്ചിട്ടാണ് ഒന്ന് ചെയ്യാനായിട്ട്. വറ്റൽമുളകെല്ലാം അത് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉടച്ച് വെച്ച തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചൊന്നും വേണ്ട, ഈ ചൂടിൽ തന്നെ കിടന്ന് തിളച്ചോളൂ കേട്ടോ. വേണമെന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂട്ടിലേക്ക് വേണം നമുക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെ, എല്ലാ വഴുതനങ്ങയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോ നോക്കാം. നമുക്കിതിൽ കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കണത്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണൊന്നും അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.